പർട്ടിക്കുലർ കേസസ്, കുറച്ച് എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് വർക്ക് ഡോട്ട് എക്സാമ്പിൾസ് ആണ്. 2-3 വർക്ക് ഡോട്ട് എക്സാമ്പിൾസ് ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. സി 3 മെട്രിക്സസ് തന്നിട്ടുണ്ട്. A, B, C. 3 matrices are given. Find A into BC, AB into C and show that AB into C is equal to A into BC. അപ്പോൾ ആദ്യം നമുക്ക് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. A into BC കണ്ടുപിടിക്കണം ആൻഡ് ഓൾസോ AB into C. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ കിട്ടിയ 2 എണ്ണം സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതെന്തായിരുന്നു? നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ BC കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, BC അതിന് മുമ്പായിട്ട് AB കണ്ടുപിടിക്കാം. AB ആദ്യം നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്നു, ദെൻ B. ഫസ്റ്റ് എയുടെ ഓർഡർ എന്താണ്? 3/3. അതേപോലെ ബിയുടെ ഓർഡർ എന്താണ്? 3/2. ഈ 2 മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം നമ്പറും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ നമ്പറും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണ്, ഇറ്റ് ഈസ് 3. ഇനി AB ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ടൻറ്റ് മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇറ്റ് ഈസ് 3/2. അങ്ങനെയായിരിക്കും വരിക. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 1 into 1 is 1 plus 1 into 0 is 0 plus minus 1 into minus 1 അല്ലേ? 1 plus 0 plus 1 എത്രയാണ് വരിക? 2 ആണ്. അതായത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഏത് എലമെൻറ്റ് കിട്ടി? A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടി. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അപ്പോൾ 1 into 3 ആണ്, 1 into 2 ആണ്, മൈനസ് 1 into 4 -4 ആണ്. അതായത് 3 plus 2 minus 4 which is equal to what? 1. അങ്ങനെ സെക്കൻഡ് കോളവും കഴിഞ്ഞു. ഇനി നമ്മളപ്പോൾ എന്ത് ചെയ്യും? വി വിൽ മൂവ് ടു ദ സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, 2 into 1 plus 0 into 0 plus 3 into -1. 2 plus 0 minus 3 എന്തായിരിക്കും വരിക? ഇറ്റ് ഇസ് -1. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, 2 into 3 plus 0 into 2 plus 3 into 4 which is what? 6 plus 0 plus 12 which is equal to 8. അങ്ങനെ തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ അതായത് 3 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. ദെൻ തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പം A32 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. അങ്ങനെ നമുക്ക് AB എന്ന് പറയുന്നത് ഇതാ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടി. നോക്കിക്കേ, ഇവിടെ 3 റോ ഉണ്ട് ആൻഡ് 2 കോളംസ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? 3/2 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട, അവർ പറഞ്ഞിരുന്നത് ഇതായിരുന്നു, AB into C നമുക്ക് കണ്ടുപിടിക്കണം. AB എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടിയല്ലേ, അത് ആദ്യം എഴുതി വെക്കുക. ഇൻറ്റു C നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ നോക്കാം. AB എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3 റോ ഉണ്ട് ആൻഡ് 2 കോളം. ഈ C എന്ന് പറയുന്ന മെട്രിക്സിന് 2 റോ ഉണ്ട്, 4 കോളവുമുണ്ട്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളം നമ്പറും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ നമ്പർ സെയിം അല്ലേ? സോ നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കാം. അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഓർഡർ അപ്പോൾ എന്തായിരിക്കും വരിക? ഇറ്റ് വിൽ ബി 3/4. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, 2 into 1 2 ആണ്, പ്ലസ് 1 into 2 plus 2 ഇറ്റ് ഇസ് വാട്ട്? 4. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അപ്പോൾ 2 into 2 plus 1 into 0, 4 plus 0 is 4. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം അല്ലേ? ആദ്യത്തെ എടുത്തു, രണ്ടാമത്തെ എടുത്തു, ഇനി മൂന്നാമത്തെ കോളം. അപ്പോൾ എന്ത് വരും? 2 into 3
പ്ലസ് 1 ഇൻറ്റു -2. 6 മൈനസ് 2 ഇസ് ഓൾസോ 4. അങ്ങനെ 3 കോളമായി. അടുത്ത ഒരാളും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ആദ്യത്തെ റോ ഇൻറ്റു രണ്ടാമത്തെ കോളം. 2 ഇൻറ്റു -4 -8 ആണ്, പ്ലസ് 1 ഇൻറ്റു 1 -8 പ്ലസ് 1 -7. അങ്ങനെ 4 കോളവും തീർന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ റോയിലോട്ട് പോവും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ നമുക്കിതാ ഈ എലമെൻറ്റ് കിട്ടും. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുക. വി വിൽ ഗെറ്റ് ദിസ് എലമെൻറ്റ്, അതായത് -2. അങ്ങനെ സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം, അതിനുശേഷം ഫോർത്ത് കോളം. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. അങ്ങനെ AB ഇൻറ്റു C ചെയ്യുമ്പോൾ ദാ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ റിസൾട്ടൻറ്റ് മെട്രിക്സ് ആസ് ദിസ്. അതിൻ്റെ ഓർഡർ എന്താണ്? 3/4 ആണല്ലേ. നോക്കിക്കേ, 3/4. നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ച് വെച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി. നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ബി സിയുടെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? 3 റോ ഉണ്ട് ആൻഡ് 2 കോളംസ് അല്ലേ ബിക്ക്. ഇനി അതേപോലെ തന്നെ സിക്ക് എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്, 4 കോളം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോളം നമ്പറും ഇതിൻ്റെ റോ നമ്പറും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് BC കാൽക്കുലേറ്റ് ചെയ്യാം. കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ ഓർഡർ എന്തായിരിക്കും വരിക? ഇറ്റ് ഇസ് 3/4 അല്ലേ. 3/4 ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഈ എലമെൻറ്റ് കിട്ടും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. ഇനി BC അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, A ഇൻറ്റു BC ആണ്. അപ്പോൾ ആദ്യം നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, ഇൻറ്റു ഇപ്പോൾ കിട്ടിയ BC. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണം. എന്തായിരുന്നു? A ഇൻറ്റു BC എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. AB ഇൻറ്റു Cക്ക് ഈക്വൽ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് മെട്രിക്സസും ഈക്വൽ ആണോ നോക്കിക്കേ. 4 4 4 -7 4 4 4 -7 32 -2 -39 22 32 -2 -39 22 അവിടെയും ഈക്വൽ ആണ്. 31 2 -27 11 31 2 -27 11. ക്ലിയർലി ദീസ് 2 മെട്രിസസ് അല്ലേ, ഈ രണ്ട് മെട്രിസസും ഈക്വൽ ആണ്. അപ്പം നമ്മളോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു. 2 കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ഒന്നിതും ആൻഡ് വി നീഡ് ടു ഷോ ദാറ്റ് ദീസ് 2 മെട്രിസസ് ആർ ഈക്വൽ. അതായത് അസോസിയേറ്റിവിറ്റി ആണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത്. 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു, രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. സോ ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് അസോസിയേറ്റീവ്. ഓക്കെ, ലെറ്റ് us study the next example. ഇവിടെ തന്നിരിക്കുന്നത് 2 മെട്രിസസ് തന്നിട്ടുണ്ടല്ലേ, ABC. 2 അല്ല 3 മെട്രിസസ് തന്നിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു കാൽക്കുലേറ്റ് AC, BC ആൻഡ് ഓൾസോ A plus B ഇൻറ്റു C. ഇനി നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് A plus B ഇൻറ്റു C എന്തിന് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം. കണ്ടുപിടിക്കണം. AC പ്ലസ് BCക്ക് ഈക്വൽ ആണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്ത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുവാണ് അല്ലേ. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? A plus B ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, 2 മെട്രിസസ് തന്നാൽ അവന്മാർ തമ്മിൽ കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഈ 2 മെട്രിസസിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ക്ലിയർലി ദീസ് 2 മെട്രിസസ് ഹാവ് സെയിം ഓർഡർ 3/3. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ 0 + 0 0, ദെൻ 6 + 1 is 7, 7 + 1 is 8. അങ്ങനെ ഓരോ എലമെൻറ്റ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇതാ 7 + 1 is 8, -8 + 2 is -6. ഓരോ എലമെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A plus B എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. ഇനി അത് മാത്രമല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് ആ LHS കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? A plus B ഇൻറ്റു C വേണം. അപ്പോൾ A plus B എന്ന് പറയുന്ന കിട്ടിയ മെട്രിക്സ് ഇൻറ്റു C എന്ന് പറയുന്ന മെട്രിക്സ്. ഫസ്റ്റ് റോ ഇൻറ്റു
ഫസ്റ്റ് കോളം, വേറെ കോളം ഇല്ല, അപ്പോൾ ഫസ്റ്റ് കോളം മാത്രം. അപ്പോൾ എന്താ ചെയ്യുക? 0 × 2 0 പ്ലസ് 7 × -2 -14 പ്ലസ് 8 × 3 24. അതാണ് 0 - 14 + 24. ഓക്കെ, അത് ഏതായിരുന്നു? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും. അപ്പോൾ A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. കണ്ടോ? A11 which is equal to 10. ഇനി വേറൊരെണ്ണം ഇല്ല, സോ വി നീഡ് ടു മൂവ് ടു ദ സെക്കൻഡ് റോ. അപ്പോൾ എന്താ വരിക? -5 × 2 which is -10 പ്ലസ് 0 × -2 0 പ്ലസ് 10 × -2 is 10 × 30. 10 × 3 is 30. അപ്പോൾ എന്താ വരിക? -10 + 0 + 30 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 20. അതായത് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് A21 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടി. അതാണ് ഈ 20 എന്ന് പറയുന്ന എലമെൻറ്റ്. ദെൻ അഗെയിൻ അടുത്ത റോയിലോട്ട് മൂവ് ചെയ്യും. 8 × 2 പ്ലസ് -6 × -2 പ്ലസ് 0 × 3. അത് ചെയ്യുമ്പോൾ നമുക്ക് 16 + 12 + 0 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 28. അതായത് തേർഡ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ A31 എന്ന് പറയുന്ന ഈ എലമെൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള LHS പാർട്ട് ഓക്കെ ആയി, വിച്ച് ഇസ് 10 20 28. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് AC ആണ്. അതായത് A എന്ന് പറയുന്ന മെട്രിക്സും C എന്ന് പറയുന്ന മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 2 0 പ്ലസ് 6 × -2 12 പ്ലസ് 7 × 3 21. 0 - 12 + 21 is 9. ഇനി അടുത്തൊരു കോളം ഇല്ല, സോ അടുത്ത റോ എടുക്കും നമ്മൾ, അല്ലേ? -6 × 2 പ്ലസ് 0 × -2 പ്ലസ് 8 × 3. അപ്പോൾ -12 + 0 പ്ലസ് 24 is what? 12. ഇനി 7 × 2 പ്ലസ് -8 × -2 പ്ലസ് 0 × 3. എത്ര കിട്ടും? 14 + 16 + 0 വിച്ച് ഇസ് ഈക്വൽ ടു 13 കിട്ടും. AC കിട്ടി. ഇതാദ്യം കണ്ടുപിടിച്ചു, AC കിട്ടി. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? BC കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക. ദറ്റ് B എന്ന് പറയുന്ന മെട്രിക്സ് × C. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് നോക്കണം? ബിയുടെ ഓർഡർ 3/3 ആണ്. സിയുടെ ഓർഡർ എന്താണ്? 3/1 ആണ്. ഇവരെ രണ്ടുപേരുടെയും ഈ രണ്ട് എലമെൻറ്റ്സ് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുക? BC എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദിസ് എലമെൻറ്റ്. ദെൻ സെക്കൻഡ് റോ × ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. ദെൻ തേർഡ് റോ × ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. ഇനി ഇപ്പം കിട്ടിയ AC-യും BC-യും ഈ രണ്ട് മെട്രിസസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. നോക്കിക്കേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ എന്താണ്? 3/1 ആണ്. സോ വി ക്യാൻ ആഡ് ദീസ് ടു മെട്രിസസ്. നോക്കിക്കേ, എങ്ങനെ ആഡ് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യും. 9 + 1 is 10. Then 12 + 8 is 20. 30 + -2 is 28. അപ്പോൾ നമുക്ക് AC + BC ഇത് കിട്ടി. ഇനി നമുക്ക് നോക്കാം അവിടെ തന്നിരിക്കുന്ന LHSന് ഇത് ഈക്വൽ ആണോ എന്ന്. നമ്മൾ കണ്ടുപിടിച്ചു 10 20 28. ഇതും 10 20 28. സോ എന്ത് നമുക്ക് കിട്ടി? A + B × C എന്തിന് ഈക്വൽ ആണ്? AC + BCക്ക് ഈക്വൽ ആണ്. ഹെൻസ് വെരിഫൈഡ് ദ റിസൾട്ട്. വിച്ച് റിസൾട്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് നമ്മളിപ്പോൾ വെരിഫൈ ചെയ്ത് അതവർ എക്സാമ്പിളായിട്ട് തന്നതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 പോകാം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, A എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ 3/3 ആണ്, അല്ലേ? വി നീഡ് ടു ഷോ ദാറ്റ് A³ - 23A - 40I is equal to 0. ഇത് നമുക്ക് വെരിഫൈ ചെയ്യണം. അതായത് ഈ LHS പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം A³ കണ്ടുപിടിക്കണം. A³ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് A × A അല്ലേ? ദാറ്റ് മീൻസ് വാട്ട്? A² × A. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെ കണ്ടുപിടിക്കണം? ആദ്യം A² കണ്ടുപിടിക്കണം. A² എങ്ങനെ കണ്ടുപിടിക്കും? A × A ചെയ്താൽ മതി. ഇതാ A 3/3 ആണ്, ഇവിടുത്തെ ഇതും 3/3 ആണ്. ഈ രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട് നമുക്ക് A² കണ്ടുപിടിക്കാം. കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സ് എന്തായിരിക്കും? 3/3 ആയിരിക്കും. എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും, അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 1 × 1 is 1.
1 into 1 is 1 plus 2 into 3 is 6 plus 3 into 4 is 12 അല്ലേ? അപ്പോൾ എത്ര വരും? 1 plus 6 is 7, 7 plus 12 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 19 അല്ലേ? അത് കറക്റ്റാണ്. ഇനി അടുത്ത എലമെൻറ്റ് നോക്കാം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 1 into 2 is 2, then 2 plus 2 into minus 2 is minus 4 plus 3 into 2 is 6. അപ്പോൾ 2 minus 4 minus 2 ആണ്. minus 2 plus 6 എത്രയാണ് വരിക? ഇറ്റ് ഇസ് 4 അല്ലേ? minus 2 plus then അങ്ങനെ ഓരോ എലമെൻറ്റും കണ്ടുപിടിക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, എ സ്ക്വയർ. അപ്പോൾ കഴിഞ്ഞില്ല, എ സ്ക്വയറേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ. വി നീഡ് വാട്ട്? എ ക്യൂബ്. എ സ്ക്വയർ ഇതാണെങ്കിൽ ഇതിനെ ഒരു എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മെട്രിക്സ് കിട്ടും? എ ക്യൂബ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. അപ്പോൾ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ സ്ക്വയർ. നമ്മുടെ എ ഇതാണ് ആൻഡ് ദിസ് ഇസ് അവർ എ സ്ക്വയർ, ഇപ്പോൾ കണ്ടുപിടിച്ച സാധനം. ഇതേപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം A11 കിട്ടും, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം A12 കിട്ടും, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം A13 കിട്ടും. അങ്ങനെ ഓരോന്നും പ്രൊസീഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ദെൻ അപ്പോൾ ഈ സാധനം ഇവിടെ കിട്ടി. ഇനി നമുക്ക് ആര് കാൽക്കുലേറ്റ് ചെയ്യണം? വി നീഡ് ടു കാൽക്കുലേറ്റ് 23A. 23A എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെ ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 23 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നോക്കിക്കേ, 23 ഇൻറ്റു 1 മൈനസ് 23 ആണ്. മൈനസ് 23 ഇൻറ്റു 1 ഇസ് മൈനസ് 23. then minus 23 into 2 is minus 46. minus 23 into 3 is minus 69. അങ്ങനെ ഓരോ എലമെൻസിനെയും 23 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ മെട്രിക്സ്. അത് കഴിഞ്ഞു. ഇനി വാട്ട് ഇസ് മൈനസ് 40i? ഐ എന്ന് പറഞ്ഞാൽ ഈ എയുടെ അതേ ഓർഡറുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് 3x3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 ആണ്. അപ്പോൾ അതിനെ മൈനസ് 40 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 1ൻ്റെ ഒക്കെ പ്ലേസിൽ ആര് വരും? മൈനസ് 40 വരും. അങ്ങനെ എഴുതിയാൽ മതി. ഇനി എന്ത് ചെയ്യണം? യു നീഡ് ടു ആഡ് ഓൾ ദീസ് 3 മെട്രിക്സസ്. അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. 63 പ്ലസ് മൈനസ് 23 പ്ലസ് മൈനസ് 40. 63 മൈനസ് 23 മൈനസ് 40. 63 മൈനസ് 23 40 ആണല്ലേ? 40 മൈനസ് 40. 40 മൈനസ് 40 ഈസ് വാട്ട്? 0. ഇനി അടുത്തത് 46 മൈനസ് 46 0 പ്ലസ് 0 എന്ത് വരും? 0 വരും. ഇനി 69 മൈനസ് 69 0 പ്ലസ് 0 0 വരും. ഇനി അതേപോലെ 69 മൈനസ് 69 അഗെയിൻ 0. പിന്നെ മൈനസ് 6 പ്ലസ് 46 ഇറ്റ് ഇസ് 40 അല്ലേ? 40 മൈനസ് 40. 40 മൈനസ് 40 0. യെസ്, അങ്ങനെ ഓരോ എലമെൻറ്റും ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. ഏത്? ഈ 3 മെട്രിക്സിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 0 മെട്രിക്സ് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 0 എന്നെഴുതാം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എ ക്യൂബ് മൈനസ് 23A മൈനസ് 40i ഇസ് ഈക്വൽ ടു 0 എന്ന്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഇനി എക്സാമ്പിൾ 19 പോകാം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ആണ്. ഇൻ എ ലെജിസ്ലേറ്റീവ് അസംബ്ലി election, a political group hired a public relations firm to promote its candidate in 3 ways: telephone, house calls and letters. അപ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ അവർ കാൻഡിഡേറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇപ്പോൾ ടെലിഫോണിലൂടെ വിളിക്കും, പിന്നെ ഹൗസ് കോൾസ്, ലെറ്റേഴ്സ്, അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് അവരുടെ കാൻഡിഡേറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 രീതികൾ അവർ ചൂസ് ചെയ്തു. ടെലിഫോൺ, ഹൗസ് കോൾസ്, ലെറ്റേഴ്സ്, 3 കാര്യങ്ങൾ ചൂസ് ചെയ്തു. ദ കോസ്റ്റ് പെർ കോണ്ടാക്ട് ഇൻ പൈസ ഈസ് ഗിവൺ ഇൻ ദ മെട്രിക്സ്. നോക്കിക്കേ, ടെലിഫോണിന് ഒരു കോണ്ടാക്റ്റ് ടെലിഫോണിന് 40 പൈസയാണ്. പിന്നെ ഒരു ഹൗസ് കോളിന് 100 പൈസയാണ്. അതേപോലെ ഒരു ലെറ്റർ ഇതിന്
50 പൈസയാണ്. അപ്പോൾ കോസ്റ്റിൻ്റെ മെട്രിക്സ് ആണ് അവർ തന്നിരിക്കുന്നത്, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി ദ നമ്പർ ഓഫ് കോണ്ടാക്ട്സ് ഓഫ് ഈച്ച് ടൈപ്പ് മെയ്ഡ് ഇൻ 2 cities. ഇപ്പോൾ 2 സിറ്റീസിൽ, അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ ഓരോ എന്ന് വെച്ചാൽ പെർ കോണ്ടാക്റ്റിൻ്റെ കോസ്റ്റാണ് തന്നിരിക്കുക, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി 2 സിറ്റീസ് ഉണ്ട്, എക്സ് വൈ. ഈ 2 സിറ്റീസിലെ എത്രയാണ് ടോട്ടൽ ടെലിഫോൺ കോൾസ് വേണ്ടത്, അതുപോലെ തന്നെ ഹൗസ് കോൾസ് എത്ര എണ്ണം വേണം, എത്ര ലെറ്റേഴ്സ് വേണം എന്നുള്ള ഡേറ്റയാണ് ബി എന്ന് പറയുന്ന മെട്രിക്സിൽ തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ 1000 ടെലിഫോൺ കോൾസ് വേണം, അതുപോലെ ഹൗസ് കോൾസ് എത്ര എണ്ണം വേണം, 500 എണ്ണം വേണം, ആൻഡ് ലെറ്റർ 5000 കൊടുക്കണം. അതേപോലെ വൈ എന്ന് പറയുന്ന സിറ്റിയിലെ കറസ്പോണ്ടിങ് ഡേറ്റയാണ് ഈ റോയിൽ തന്നിരിക്കുന്നത്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗ്രൂപ്പ് ഇൻ ദ 2 cities എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ 2 സിറ്റീസിലും ഈ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ടെലിഫോൺ കോളിന് 2 പൈസയാണെന്ന് കരുതുക. ടോട്ടൽ 10 എണ്ണം വിളിക്കണമെങ്കിൽ നമ്മൾ ഇവന്മാരെ 2 പേരെയും കൂടെ ഇൻഡു ചെയ്യും അല്ലേ. ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന ആ 20 എന്നുള്ളതായിരിക്കും നമ്മൾ ടോട്ടലായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തത്, ഞാനിപ്പോൾ പറഞ്ഞതിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 മെട്രിക്സസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. എയിൽ 3/1 ആണ് അതിൻ്റെ ഓർഡർ വരുന്നത്, ബിയുടെ ഓർഡർ ഇറ്റ് ഈസ് 2/3 ആണ്. ഇത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എ ബി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു നോക്കാം, ബി എ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ബിയുടെ ഓർഡർ 2/3 ആണ്, എയുടെ ഓർഡർ ഇറ്റ് ഈസ് 3/1. ഇതാ നോക്ക്, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എ ബി കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദ റിസൾട്ടൻ്റ് ഓർഡർ വിൽ ബി 2/1. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എ ബി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ബി എ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, റിസൾട്ടൻ്റ് ഓർഡർ, ബി എയുടെ റിസൾട്ടൻ്റ് ഓർഡർ എന്തായിരിക്കും വരുന്നത്, 2/1 ആയിരിക്കും വരിക. സോ ടു ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗ്രൂപ്പ് ഇൻ ദ 2 cities എക്സ് ആൻഡ് വൈ ബൈ ദ ഗിവൺ പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ബി ആൻഡ് എ, അതായത് ബി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് വരിക എന്ന്. കഴിഞ്ഞ പേജിൽ തന്നെ ചെയ്യാം. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്നത് ബി എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1000, 500, 5000, 3000, 1000, 10,000 ഇൻറ്റു 40, 100, 50. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1000 ഇൻറ്റു 40, 1000 ഇൻറ്റു 40 ഇസ് 40,000. 40,000 plus then 500 into 100, 0,000 plus 5,000 into 50, 25, 0,000. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, അടുത്ത റോയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. 3,000 into 40, അതായത് 1,2,0,0,0 പ്ലസ് 3,000 ഇൻറ്റു 40 നമ്മൾ ചെയ്തു. ഇനി 1000 ഇൻറ്റു 100, 0,000 പ്ലസ് 10,000 ഇൻറ്റു 50, 5,0,0,0,0. ഇതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഫസ്റ്റ് റോ ആഡ് ചെയ്യുമ്പോൾ 4,000 പ്ലസ് 50,000 പ്ലസ് 2,50,000 നമുക്ക് കിട്ടുന്നത് ഇതാ ഇത്രയായിരിക്കും. ഫസ്റ്റ് എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ ആ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് സ്പെൻഡ് ചെയ്ത
മണി കിട്ടുന്നത്. അതേപോലെ തന്നെ അടുത്തത് 1,20,000 പ്ലസ് ഇതിൻ്റെ ആൻസറാണ് നമുക്ക് സെയിം നമ്മൾ കണ്ടുപിടിച്ച് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വൈ എന്ന് പറയുന്ന സിറ്റിയിൽ പൊളിറ്റിക്കൽ പാർട്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് കിട്ടും. സോ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? സോ ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗ്രൂപ്പ് ഇൻ ദ 2 cities. അപ്പോൾ ആദ്യത്തെ സിറ്റിയിൽ ഇത്രയും പൈസ കിട്ടി, രണ്ടാമത്തെ സിറ്റിയിൽ നമുക്ക് ഇത്രയുമാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് 3 രീതിയിൽ കാൻഡിഡേറ്റ്സിനെ പ്രൊമോട്ട് ചെയ്തു. ടെലിഫോൺ, ഹൗസ് കോൾ, ലെറ്റർ. അതിൻ്റെ മെട്രിക്സാണ് ഈ തന്നിരിക്കുന്നത്. കോസ്റ്റ് പെർ കോണ്ടാക്ട്. ഒരു ടെലിഫോണിന് ഒരു ടെലിഫോൺ വഴി പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു കോളിന് 40 പൈസ. ദെൻ ഹൗസ് കോളിന് ഒരെണ്ണം 100 രൂപയിൽ 100 പൈസ. ദെൻ ലെറ്ററിനാണെങ്കിൽ 50 പൈസ. അതിൻ്റെ മെട്രിക്സാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ 2 സിറ്റീസിൽ ടോട്ടൽ എത്ര ടെലിഫോൺ, എത്ര ഹൗസ് കോൾസ് വരുന്നുണ്ട്, എത്ര ലെറ്റേഴ്സ് കൊടുക്കണം. അതേപോലെ തന്നെ സിമിലർലി വൈയിലും എത്രയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ മെട്രിക്സ് ആണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ വെച്ചിട്ട് ആ പൊളിറ്റിക്കൽ പാർട്ടി എക്സ് വൈ എന്ന് പറയുന്ന 2 സിറ്റീസിൽ സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നോർമലി എന്ത് ചെയ്താൽ മതി? ഈ 2 മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എ ബി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വി വിൽ ഡു ബി എ. വി വിൽ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ബി ആൻഡ് എ. ബി ഇൻറ്റു എ ചെയ്യും. ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു മെട്രിക്സ്, ഒരു 2/1 മെട്രിക്സ് കിട്ടും. സോ ഫസ്റ്റ് സിറ്റിയിൽ ആ പൊളിറ്റിക്കൽ പാർട്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണിത്. ആൻഡ് സെക്കൻഡ് സിറ്റിയിൽ പൊളിറ്റിക്കൽ പാർട്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ് ഇത്. Okay, thank you.